ഏറെ വൈകാതെ മധ്യേഷ്യ വലിയ യുദ്ധത്തിന് സാക്ഷിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ അടുത്ത സുഹൃത്തും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ അലക്സാണ്ടർ ദഗിൻ. ഇസ്രായേലിന്റെ അന്ത്യം അടുത്തതായും സമ്പൂർണ്ണ വിനാശമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പുടിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് അലക്സാണ്ടർ ദഗിൻ. മധ്യേഷ്യയിൽ വലിയ യുദ്ധമുണ്ടാകും. കുറച്ച് താമസിച്ചാണെങ്കിലും അതുണ്ടാകും. ഹൂത്തികൾ ആക്രമണം നിർത്തില്ല. ചെങ്കടലിലേക്ക് ഇനി കപ്പലുകൾ പ്രവേശിക്കില്ല. എണ്ണവില കുതിച്ചുയരും. പ്രകോപനങ്ങൾക്ക് റഷ്യ മറുപടി നൽകും. ഇസ്രായേലിന്റെ തകർച്ച അനിവാര്യമാണ്. അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിളിച്ചോളൂ. ഞങ്ങൾ അതിനെ അവസാന സമയം എന്ന് വിളിക്കും. സമ്പൂർണ്ണ നാശമുണ്ടാകും. ഇപ്പോഴുണ്ടാകില്ലായിരിക്കാം, എന്നാൽ ഉടൻ തന്നെ അത് സംഭവിക്കും, ദഗിൻ പറയുന്നു. നവംബർ 7-ന് അറബ് പത്രമായ അൽ മജല്ലയിൽ എഴുതിയ ലേഖനത്തിലും ദഗിൻ സമാനമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ് ലോകമെന്നായിരുന്നു അന്ന് ദഗിൻ എഴുതിയത്. ഹമാസിന്റെ ആക്രമണവും ഇസ്രായേലിന്റെ തിരിച്ചടിയും അംഗീകൃത മാനുഷിക കൽപ്പനകൾക്ക് അകത്തു നിൽക്കുന്നവയല്ല. ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്. പടിഞ്ഞാറും ഇസ്ലാമിക ലോകവും തമ്മിലുള്ള വിശാലമായ ഏറ്റുമുട്ടലിലേക്കാണ് ഈ ആക്രമണം കാരണമായത്. വ്യക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേലിന് ലഭിക്കുന്ന ഏകപക്ഷീയവും നിരുപാധികവുമായ പിന്തുണ ഈ ഏറ്റുമുട്ടലിനെ സാധൂകരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അനിവാര്യമാണ്. ഫലസ്തീൻ വിഷയം അതിനെ ഏകോപിപ്പിക്കുന്ന നിമിത്തമായി മാറും. സുന്നി, ഷിയ, തുർക്ക്, ഇറാനിയൻ, യമൻ, സിറിയ, ഇറാഖ്, ലിബിയ എന്നിവിടങ്ങളിലെ ആഭ്യന്തര സംഘർഷത്തിൽ ഉൾപ്പെട്ട ഗ്രൂപ്പുകൾ ഇക്കാര്യത്തിൽ ഒന്നിക്കും. US, യൂറോപ്പ്, റഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളും നിസ്സംഗരായിരിക്കില്ല. രാഷ്ട്രീയ അസാദൃശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ തങ്ങളുടെ അന്തസ്സ് കാക്കാൻ ഗസയിലെയും ഫലസ്തീനിലെയും ജോർദാൻ നദീ മേഖലയിലെയും ഫലസ്തീനികൾ ഒന്നിക്കും. ഗസയിലെ യുദ്ധത്തെക്കുറിച്ച് ദഗിൻ പറയുന്നത് ഇങ്ങനെയാണ്. നേരത്തെ ട്വിറ്റർ മേധാവി ഇലോൺ മസ്ക് അടക്കമുള്ളവർ ഹമാസ്, ഇസ്രായേൽ, റഷ്യ, യുക്രൈൻ സംഘർഷങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാമെന്ന ആശങ്ക പങ്കുവച്ചിരുന്നു. ആശങ്കകൾ തുടരുമ്പോഴും ഗസയിലെ യുദ്ധം മാസങ്ങൾ നീളുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഫലസ്തീൻ ജനതയ്ക്ക് സ്വീകാര്യമല്ലെന്ന നിലപാടിൽ തന്നെയാണ് ഹമാസും. തെക്കൻ മധ്യ ഗസയിൽ ആക്രമണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിരന്തര ബോംബ് വർഷം തുടരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് 241 പേരാണ്. 382 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതുവരെയുള്ളതിൽ ഏറ്റവും സങ്കീർണ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി അറിയിച്ചിരുന്നു. യുദ്ധം മാസങ്ങൾ നീണ്ടാൽ തന്നെയും ആത്യന്തിക വിജയം ഇസ്രായേലിനായിരിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഹമാസ് നേതാക്കളെ ഉടൻ കണ്ടെത്തി വധിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ താക്കീത്. എന്നാൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാനാകാതെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്കാണ് നെതന്യാഹുവും ഇസ്രായേലും നീങ്ങുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു. കടന്നുകയറ്റം പൂർണ്ണമായി അവസാനിപ്പിക്കാതെയുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തിൽ കാര്യമില്ലെന്നുള്ള നിലപാടിലാണ് ഹമാസ്.